കൊടിസുനിയെ പാർട്ടി ഗ്രാമത്തിൽ കയറിപ്പോക്കി. ഇത് ഷൗക്കത്ത് അലിയുടെ ചമ്പൂറ്റം. നോക്കാം വിശദമായി. ചങ്കുറപ്പും എല്ലുറപ്പും കൂടുതലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്നും രാഷ്ട്രീയക്കാർക്ക് ശത്രുവാണ്. അത്തരത്തിലൊരു ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലി. TPA 51 വെട്ടുവെട്ടിയ കേസിലെ പ്രതി കൊടിസുനി അടക്കം പ്രതികൾ മുടക്കോഴി മലയിലെ പാർട്ടി ഗ്രാമത്തിൽ പോയി ഒളിവിൽ കഴിയവേ പൊക്കിയതുമെല്ലാം ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലായിരുന്നു. സൈലന്റ് നൈറ്റ് ഓപ്പറേഷനിലൂടെയായിരുന്നു ഇത്. ചെങ്കൽ തൊഴിലാളികളുടെ വേഷത്തിലായിരുന്നു ഇദ്ദേഹം അടങ്ങുന്ന സംഘം. മൊബൈൽ വെളിച്ചത്തിലായിരുന്നു കാട്ടിലൂടെയുള്ള മലക്കയറ്റം. മലകളിലെ വശങ്ങളിലൂടെ പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ മുഴക്കുന്ന്, തിലക്കോരി, മാലൂർ പഞ്ചായത്തുകളിലൂടെയുള്ള എല്ലാ വഴികളും പോലീസ് അടച്ചു. പതിവ് വാഹന പരിശോധനയ്ക്ക് എന്ന നിലയിലായിരുന്നു പോലീസിന്റെ നിൽപ്പ്. DYSP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ വടകരയിൽ ടിപ്പർ ലോറിയിൽ നിന്ന് പുലർച്ചെ 2 മണിയോടെ മുഴക്കുന്നിലെത്തി. ചെങ്കലെടുക്കുന്ന സ്ഥലമായതിനാലാണ് ടിപ്പർ തെരഞ്ഞെടുത്തത്. പുലർച്ചെ 2 മണിയോടെ അടിവാരത്തെത്തിയ സംഘം മഴ തുടങ്ങിയതോടെ ഒന്ന് പരുങ്ങുകയായിരുന്നു. തുടർന്ന് യാത്ര തിരിച്ച സംഘത്തിന് മഴ കനത്തതോടെ യാത്ര ദുഷ്കരമായി. മൊബൈൽ ഫോണും നനഞ്ഞു കേടായി. എന്നാൽ പോലീസിന്റെ ശബ്ദം ആരും കേൾക്കാത്തത് പിന്നീട് ഗുണം ചെയ്തു. തുടർന്ന് ഒളിസങ്കേതം കണ്ടെത്തുമ്പോൾ പുലർച്ചെ 4 മണി. മുഴക്കുന്ന് മലയിൽ നിന്ന് 2 കിലോമീറ്റർ മാറി ചെങ്കുത്തായ ചെരുവിലായിരുന്നു കൊടിസുനിയുടെ കൂടാരം. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് വിരിച്ച ടെന്റിൽ പ്ലാസ്റ്റിക് വിരിച്ച് അതിനു മുകളിൽ കമ്പിളി വിരിച്ച് ഉറങ്ങുകയായിരുന്നു കൊടിസുനി. പോലീസ് ആണെന്നറിഞ്ഞിട്ടും തോക്ക് ചൂണ്ടി അരമണിക്കൂറോളം കൊടിസുനിയും കിർമാണി മനോജും അടങ്ങുന്ന സംഘം പിടിച്ചു നിന്നു. ഒടുവിൽ ബലപ്രയോഗത്തോടെ ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം കീഴടക്കി. കൊടിസുനിയുടെ കാലിന് മുറിവേറ്റതിനാൽ കൂടാരം വിടാൻ സാധിക്കാത്ത നിലയിലായിരുന്നു. ഒടുവിൽ നീതി തേടിയുള്ള യാത്രയിൽ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ലഭിക്കുമ്പോൾ ഷൗക്കത്ത് അലിയുടെ പേര് വീണ്ടും ഉയർന്നു വരികയാണ്. TP വധക്കേസ് പ്രതികളെ പിടികൂടിയ ശേഷം ദേശീയ അന്വേഷണ സംഘത്തിൽ ഡെപ്യൂട്ടേഷനിൽ പോയ ഇദ്ദേഹം പാരീസ് ഭീകരാക്രമണ കേസിലെ പ്രതികളെ പിടികൂടി അവിടെയും ഖ്യാതി കൈവരിക്കുകയായിരുന്നു.